മലയാളം ബിഗ് ബോസ് സീസൺ 8ന്റെ ഓഡിഷനൊക്കെ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സീസൺ 8ൽ ആരൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സോഷ്യൽ മീഡിയ ഫെയിം ആയിട്ടുള്ള ജാസി ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുണ്ട്. ചിലപ്പോൾ ജാസി ഒറ്റയ്ക്കോ അല്ലെങ്കിൽ പാർട്ട്ണറിന്റെ ഒപ്പം ആയിരിക്കും ഹൗസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അടുത്തത് കഴിഞ്ഞ തവണ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്റെ PR ആയിട്ടുള്ള വിനു ആണ്. PR വർക്കുകൾ കൂടുതൽ ചർച്ചയായ സീസൺ ആയിരുന്നു സീസൺ 7. ആ സീസൺ എൻഡ് ചെയ്തപ്പോൾ മുതൽ അടുത്ത സീസണിലേക്ക് ഉയർന്നു വന്ന ഒരു പേരായിരുന്നു PR വിനുവിൻ്റേത്. പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള മറ്റൊരു പേരാണ് നാഗ ചേച്ചിയുടെ. കഴിഞ്ഞ വർഷം മുതൽ കേട്ടുവന്ന ഒരു പേരായതുകൊണ്ട് ഈ വർഷം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്തത് ടെലിവിഷൻ സീരിയൽ ആക്ടർ നെല്ലീഫ് ആണ്. ആൾ ഏഷ്യനെറ്റിന്റെ തന്നെ സീരിയലായ മൗനരാഗം എന്ന സീരിയലിലെ കിരൺ എന്ന കഥാപാത്രമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതേ സീരിയലിലെ തന്നെ മറ്റൊരു കഥാപാത്രം ചെയ്യുന്ന കിരൺ എന്ന ആളും പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട്. പിന്നീടുള്ളത് തൊപ്പിയാണ്. തൊപ്പി ഒരു ഇൻഫ്ലുവൻസർ ആണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അതുപോലെ തന്നെ ഒരു ഗെയിമറും കൂടെയാണ്. ബിഗ് ബോസ് സീസൺ 8ന്റെ മറ്റൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് എത്തുന്നത് രാഹുൽ ഈശ്വർ ആണെന്നും പുറത്തു വരുന്ന വിവരങ്ങളിലുണ്ട്. എന്നാൽ ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള മലയാളി ഹൗസിന്റെ വിന്നർ ആയിരുന്നു രാഹുൽ ഈശ്വർ. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിന്റെ കേസ് 50-50 ആണ്. ആൾ ഇന്നാവുകയാണെങ്കിൽ നല്ലൊരു BB മെറ്റീരിയലാണ്. അടുത്തതായിട്ട് ഉയർന്നു വരുന്ന പേര് നടി പ്രിയങ്കയുടെയാണ്. ബിഗ് ബോസ് സീസൺ 8ന്റെ ഫ്ലോറിൽ നമുക്ക് പ്രിയങ്കയെ പ്രതീക്ഷിക്കാം. അടുത്തത് ഏഷ്യാനെറ്റിന്റെ തന്നെ മറ്റൊരു സീരിയലിലൂടെ കടന്നു വന്ന ജനങ്ങളുടെ പത്മാവതിയായ പ്രിയ നടി രേഖയാണ്. രേഖയും നല്ലൊരു BB മെറ്റീരിയലാണ്. ഹൗസിലെത്തിയാൽ നല്ലതായിരിക്കും. അടുത്തത് ഉപ്പും മുളകും സീരിയലിലൂടെ ഫേമസ് ആയ നടൻ ബിജു സോപാനമാണ്. ബിജു സോപാനം ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ഒരാളാണ്. അടുത്തത് ഏഷ്യാനെറ്റിന്റെ മറ്റൊരു സീരിയൽ താരമായ റബേക്ക സന്തോഷാണ്. റബേക്ക സന്തോഷും ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ആളാണ്. പിന്നീട് ലിസ്റ്റിലുള്ളത് ഇന്റർവ്യൂവറായ മെഹറാണ്. മോഡലായിട്ടുള്ള അതിൽ സുരേഷും പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്തത് വൈറൽ ഫാഷൻ ഡിസൈനറായിട്ടുള്ള കൃഷ്ണപ്രിയയാണ്. കൃഷ്ണപ്രിയയും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ടോപ്പിൽ തന്നെയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് ഇത്തവണ എത്തുന്നത് ഹെദി സാദിയാണ്. ആളൊരു യൂട്യൂബർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെയാണ്. അടുത്തത് മനോരമയിലെ തട്ടിമുട്ടി എന്ന സീരിയലിലെ ആക്ടറായിട്ടുള്ള സിദ്ധാർത്ഥാണ്. ഏഷ്യാനെറ്റിന് തന്നെ മറ്റൊരു സീരിയലിലെ ആക്ടറായിട്ടുള്ള ആകാശിന്റെ പേരും കേൾക്കുന്നുണ്ട്. പിന്നീട് ലിസ്റ്റിലുള്ള പേര് ബോണിയാണ്. ബോണി മാത്യു. ബോണി ഒരു ഡാൻസറാണ്, കൊറിയോഗ്രാഫറാണ്. അടുത്തത് മോഡലായിട്ടുള്ള ആഷിക അശോകനാണ്. ആഷിക അശോകന്റെ പേരും 2 സീസണിൽ ഉയർന്നു വന്ന പേരാണ്. ഈ സീസണിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് മോഡലായ ശരത് ചന്ദ്രകർത്തയാണ്. ആ സീസണിലും മോഡലിനെ റെപ്രസെന്റ് ചെയ്തിട്ട് 1-2 ആൾക്കാരുണ്ടാകും. ഇത്തവണ അതുലിന്റെയും ശരത്തിന്റെയും പേരാണ് ഉയർന്നു വരുന്നത്. അടുത്തത് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഗായത്രിയാണ്. ഗായത്രിയുടെ പേരും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ടോപ്പിൽ തന്നെയുള്ള ഒരാളാണ്. അടുത്തതായിട്ട് പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള മറ്റൊരു പേര് നീഹയാണ്. നീഹ ഒരു മോഡലാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അടുത്തത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നജൂബാണ്. പിന്നെ ലിസ്റ്റിലുള്ളത് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള അഫ്രിയയാണ്. രാഹുൽ ഈശ്വർ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളതുപോലെ തന്നെ സന്തോഷ് പണ്ഡിറ്റ് പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട്. സന്തോഷ് പണ്ഡിറ്റും രാഹുൽ ഈശ്വറിനെ പോലെ തന്നെ മലയാളി ഹൗസിന്റെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 50-50 ചാൻസ് ആണ് സന്തോഷിന്റെ കേസിൽ. സന്തോഷ് നല്ലൊരു BB മെറ്റീരിയലാണ്.